ഹലോ, നമസ്കാരം. ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാം. ഇറാൻ സായുധ സേന രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ഇസ്രയേൽ. സവാക് എന്ന് ഇറാന്റെ രഹസ്യ പോലീസിനെ പരിശീലിപ്പിച്ചത് മൊസാദ്. ഇറാനിൽ ട്രെയിൻ ഗതാഗതം കൊണ്ടുവന്നത് ഇസ്രയേൽ. ഇസ്രയേലിന് വൻതോതിൽ ഇറാൻ പെട്രോളിയം നൽകി. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം ജൂതരുള്ളത് ഇറാനിൽ. ഈ പറഞ്ഞതെല്ലാം സ്വപ്നത്തിൽ കണ്ടതൊന്നുമല്ല കേട്ടോ. ഇങ്ങനെയൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശത്രുക്കളായി നേർക്ക് നേർ പോരടിച്ചു നിൽക്കുന്ന ഇറാനും ഇസ്രയേലും തമ്മിൽ സ്നേഹവും വിരോധവും മാറി മറിഞ്ഞു വന്ന ബന്ധമാണുള്ളത്. പല ഘട്ടങ്ങളിൽ സഹകരിച്ചും പിന്നീട് തള്ളിപ്പറഞ്ഞും മുന്നോട്ടു പോയ ചങ്ങാത്തം കൊടും പകയായി മാറിയതിന്റെ തുടർച്ചയാണ് ഇന്ന് ലോകം കാണുന്ന യുദ്ധഭീതി. പരസ്പരം അതിർത്തികളൊന്നും പങ്കിടാത്ത രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇത്ര വലിയ ശത്രുത എങ്ങനെയുണ്ടായി? ഒരേ ഒരു ഉത്തരമാണുള്ളത്: പലസ്തീൻ. അങ്ങനെയെങ്കിൽ പണ്ട് ഇരു രാജ്യങ്ങളും എങ്ങനെ അത്ര അടുത്ത മിത്രങ്ങളായി? അതിനും ഒരേ ഒരു ഉത്തരമാണുള്ളത്: അമേരിക്ക. അതായത് അമേരിക്കൻ സൗഹൃദത്തിന്റെ പേരിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട ഇറാൻ ഇസ്രയേൽ ബന്ധം രാഷ്ട്രീയ പരിതസ്ഥിതിയിലെ മാറ്റത്തിലൂടെ പൊട്ടിത്തെറിയിലേക്ക് എത്തി. ഇസ്രയേലിന്റെ രൂപീകരണം മുതലുള്ള 8 പതിറ്റാണ്ടുകൾ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ സങ്കീർണതകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു ഇറാൻ ഇസ്രയേൽ ബന്ധമെന്ന് പറയാം. 1947 പലസ്തീൻ വിഷയം ഉടലെടുത്തപ്പോൾ പ്രശ്നപരിഹാരത്തിനായി ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച 11 അംഗ പ്രത്യേക സമിതിയിൽ അംഗമായിരുന്നു ഇറാനും. തർക്കമുള്ള പ്രദേശം വിഭജിച്ച് പലസ്തീനികൾക്കും ജൂതർക്കും നൽകാമെന്ന ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശത്തെ 3 രാജ്യങ്ങൾ അന്ന് എതിർത്തു. അതിലൊരു രാജ്യം ഇറാനായിരുന്നു. തലമുറകളുടെ പോരാട്ടത്തിലേക്ക് ഈ വിഭജനം നയിക്കുമെന്ന് പ്രവചന സ്വഭാവത്തോടെ അന്നത്തെ ഇറാൻ ഭരണകൂടം നിലപാടെടുത്തു. ഷാ മുഹമ്മദ് റസ പഹ്ലവി രാജാവിന്റെ കീഴിലായിരുന്നു അന്നത്തെ ഇറാൻ ഭരണം. ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിക്കുന്ന നടപടികളുമായി ഐക്യരാഷ്ട്രസഭ മുന്നോട്ടു പോയപ്പോൾ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രദേശങ്ങൾ ഇസ്രയേൽ പിടിച്ചെടുത്തതോടെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇസ്രയേലിന്റെ പ്രവേശനത്തിനെതിരെ ഇറാൻ 1948 വോട്ട് ചെയ്തു. പക്ഷെ പിന്നീട് അമേരിക്കയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടു. അങ്ങനെ ഇസ്രയേലിനെ പരമാധികാര രാജ്യമായി അംഗീകരിച്ച് രണ്ടാമത്തെ മുസ്ലിം രാജ്യമായി ഇറാൻ മാറി. 1950 മാർച്ച് 14 അത്. തുർക്കിയായിരുന്നു ആദ്യം ഇസ്രയേലിനെ അംഗീകരിച്ച മുസ്ലിം രാജ്യം. പക്ഷേ 1951 ഇറാൻ പ്രധാനമന്ത്രിയായി മുഹമ്മദ് മൊസാദിഖ് അധികാരമേറ്റതോടെ ഷാ ഭരണകൂടത്തിന്റെ കടിഞ്ഞാൺ നഷ്ടപ്പെട്ടു. ഇതോടെ വീണ്ടും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞു. പാശ്ചാത്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് ഇസ്രയേലുമായുള്ള ബന്ധം കരുത്തനായ മൊസാദിഖ് വിച്ഛേദിച്ചു. ബ്രിട്ടനെയും അമേരിക്കയും പ്രകോപിപ്പിക്കുന്ന നടപടികളിലേക്കും അദ്ദേഹം കടന്നു. അതിൽ പ്രധാനം ഇറാന്റെ എണ്ണ വ്യവസായത്തിന്റെ ദേശസാൽക്കരണമായിരുന്നു. ഇതോടെ 1953 അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ ഇറാനിയൻ സൈന്യം തന്നെ മൊസാദിഖ് ഭരണകൂടത്തെ അട്ടിമറിച്ചു. വീണ്ടും അമേരിക്കൻ അനുകൂലനായ ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ ഭരണം വന്നു. അമേരിക്ക വഴി ഇസ്രയേലുമായി ഷാ ഭരണകൂടം കൂടുതൽ അടുപ്പം സ്ഥാപിച്ചു. ആ ബന്ധം ആയുധ കൈമാറ്റത്തിലേക്കും രഹസ്യാന്വേഷണ സഹകരണത്തിലേക്കും വരെ നീണ്ടു. ഇറാനിൽ സായുധ സേന രൂപീകരിക്കാൻ നടപടി തുടങ്ങിയപ്പോൾ ഷാ ഭരണകൂടത്തെ സഹായിച്ചത് ഇസ്രയേലായിരുന്നു. അതിനുവേണ്ടി കർഷകരായ ഇറാനിയൻ പൗരന്മാരെ ഇസ്രയേൽ ആയുധ പരിശീലനം നൽകി. സേനയ്ക്ക് വേണ്ടി ഇറാൻ ഇസ്രയേലിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും വാങ്ങി. മാത്രമല്ല, ഷാ മുഹമ്മദ് പഹ്ലവിയുടെ കീഴിൽ കുപ്രസിദ്ധമായ സവാക് എന്ന രഹസ്യ പോലീസിന് പരിശീലനം നൽകിയത് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ആയിരുന്നു. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും ഇസ്രയേൽ ഇറാനെ സഹായിച്ചു. ഇറാനിൽ ട്രെയിൻ ഗതാഗതം കൊണ്ടുവരാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു. ഇതിനെല്ലാം ഇറാൻ പ്രതിഫലമായി നൽകിയത് പെട്രോളിയമായിരുന്നു. ഇസ്രയേലിനെതിരെ അറബ് സഖ്യങ്ങൾ കടുത്ത ഉപരോധത്തിലേക്ക് നീങ്ങിയപ്പോഴും ഇറാൻ ഇസ്രയേലിനൊപ്പം നിന്നു. ആവശ്യത്തിന് എണ്ണ നൽകി ഇസ്രയേലിനെ സഹായിച്ചു. ഈ ഇസ്രയേൽ ഇറാൻ ബന്ധത്തിന്റെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ പിന്തുണയായിരുന്നു. അമേരിക്കൻ ബന്ധം കൊണ്ട് തങ്ങൾക്ക് അറബ് രാജ്യങ്ങളെക്കാൾ കരുത്തു കൂടുമെന്ന് ഇറാൻ കരുതി പോന്നു. അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ നമ്മൾ ഇന്ന് കാണുന്ന അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ഇറാനാണെന്ന് പറയേണ്ടി വരും. അതിന് പ്രത്യുപകാരമായി അമേരിക്ക ഇറാന് ന്യൂക്ലിയർ റിയാക്ടറും യുറേനിയൻ ഇന്ധനവും നൽകി. 1967 അറബ് ഇസ്രയേൽ യുദ്ധസമയത്തും ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് നിർബാധം എണ്ണയൊഴുകി. അമേരിക്കയുടെ സഹായത്തോടെ ഇറാനും ഇസ്രയേലും ചേർന്ന് എയ്ലാത്ത് അഷ്കലോൺ പൈപ്പ് ലൈൻ വഴി ഇറാനിയൻ എണ്ണ യൂറോപ്യൻ വിപണിയിലേക്ക് യഥേഷ്ടം എത്തിച്ചു.
ഇസ്രയേൽ നിർമ്മാണ സ്ഥാപനങ്ങളും എഞ്ചിനീയർമാരും ഇറാനിൽ സജീവമായി. പതിയെ പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന് പുറത്ത് ഏറ്റവും കൂടുതൽ ജൂത ജനസംഖ്യയുള്ള രാജ്യമായി ഇറാൻ മാറി. ഇസ്രയേൽ ദേശീയ വിമാന കമ്പനിയായ അൽ ടെൽ അവീവിനെയും ടെഹ്റാനെയും ബന്ധിപ്പിച്ച് നേരിട്ടുള്ള വിമാന സർവീസുകൾ നടത്തി. ഇറാനിൽ ഇസ്രയേലിന് ഒരു സ്ഥിരം പ്രതിനിധി സംഘം വരെ ഉണ്ടായി. അങ്ങനെ ഇസ്രയേൽ അനുകൂല നിലപാടുമായി ഇറാൻ ഭരണകൂടം മുന്നോട്ട് പോയപ്പോഴും അവിടുത്തെ ജനത പലസ്തീൻ അനുകൂല നിലപാടിലായിരുന്നു. പലസ്തീൻ ജനതയ്ക്കായി അവർ കഴിയാവുന്ന സംഭാവനകൾ ചെയ്തു. എന്നാൽ 1970 ഇത്തരം ധനസഹായം തടയാൻ ഇറാനിയൻ ഭരണകൂടം ശ്രമിച്ചു. ഇത് ഷാ ഭരണത്തിനെതിരെ വലിയ വികാരം രാജ്യത്തുണ്ടാക്കി. ഭരണകൂടത്തിന്റെ ഇസ്രയേൽ അനുകൂല നിലപാടുകളെ തുടക്കം മുതൽ എതിർത്തുപോന്ന ഷിയ പണ്ഡിതനായ റൂഹുല്ല ഖൊമൈനിയുടെ നേതൃത്വത്തിൽ ചില നീക്കങ്ങൾ രഹസ്യമായി നടക്കുന്നുണ്ടായിരുന്നു. 1979 എത്തിയതോടെ ഇത് പരസ്യമായ പ്രതിഷേധത്തിലേക്ക് രൂപപ്പെട്ടു. ഷാ ഭരണകൂടത്തിനെതിരെ നിലപാടെടുത്ത ഇറാൻ ജനതയും ഈ നീക്കത്തിന് പിന്തുണ നൽകി. ഒടുവിൽ ഷാ മുഹമ്മദ് റസാ പഹ്ലവിയുടെ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു. റൂഹുല്ല ഖൊമൈനിയുടെ നേതൃത്വത്തിൽ ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചു. ഇതോടെ ഇറാന്റെ ചരിത്രത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കമാവുകയായിരുന്നു. അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ പാശ്ചാത്യ അനുകൂല നിലപാടുകളും ഇറാൻ റദ്ദാക്കി. ഇസ്ലാമിക വിപ്ലവം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം 1979 ഫെബ്രുവരി 19 ഇസ്രയേലുമായി ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും ഇറാൻ വിച്ഛേദിച്ചു. ഇസ്രയേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ച നിലപാടിൽ നിന്നും ഇറാൻ പിന്മാറി. ഇസ്രയേലിനെ വിശേഷിപ്പിക്കാൻ അധിനിവേശ പലസ്തീൻ എന്ന വാക്ക് ഇറാൻ ഉപയോഗിച്ചു. വാണിജ്യ നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യാത്രാ വിലക്കും നിലവിൽ വന്നു. ടെഹ്റാനിലെ ഇസ്രയേൽ എംബസി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന് കൈമാറി. ഭരണം നഷ്ടപ്പെട്ട ഷാ മുഹമ്മദ് പഹ്ലവി അമേരിക്കയിലേക്ക് അഭയം തേടി. ഷായെ വിട്ടുതരണമെന്ന ഇറാന്റെ ആവശ്യം അമേരിക്ക തള്ളി. തുടർന്ന് ടെഹ്റാനിലെ അമേരിക്കൻ എംബസി ഒരു കൂട്ടം ചെറുപ്പക്കാർ പിടിച്ചെടുത്തു. നയതന്ത്ര ഉദ്യോഗസ്ഥർ അടക്കം 53 പേരെ ബന്ദികളാക്കി. ഇവരെ രക്ഷിക്കാനുള്ള അമേരിക്കയുടെ കമാൻഡോ ഓപ്പറേഷൻ പരാജയപ്പെട്ടു. ഒടുവിൽ ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ വഴങ്ങി. 444 ദിവസത്തിന് ശേഷം അമേരിക്കൻ ബന്ദികളെ മോചിപ്പിച്ചു. ഈ സംഭവം ഇറാൻ അമേരിക്ക ബന്ധത്തിന് വലിയ വിള്ളൽ വീഴ്ത്തി. അമേരിക്കയുമായുള്ള ഇറാന്റെ നയതന്ത്ര ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെട്ടു. ഇറാൻ ഇസ്രയേൽ ബന്ധത്തിന്റെ ട്വിസ്റ്റ് അവിടെയും അവസാനിച്ചില്ല. ഇസ്രയേലിനെ തള്ളിപ്പറഞ്ഞ് പലസ്തീനെ ഇറാൻ സ്വാഗതം ചെയ്തതോടെ പലസ്തീൻ വിമോചന നേതാവ് യാസർ അരാഫത്ത് ഇറാൻ സന്ദർശിച്ചു. അരാഫത്തും ഇറാൻ ഭരണകൂടവുമായി ഊഷ്മളമായ ബന്ധത്തിന് തുടക്കമായി. പക്ഷേ കാര്യങ്ങൾ പെട്ടെന്ന് മാറിമറിഞ്ഞു. 1980 ഷട്ട് അൽ അറബ് ജലപാതയുടെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇറാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ആ സമയം അരാഫത്ത് പിന്തുണച്ചത് ഇറാഖ് ഭരണാധികാരിയായ സദ്ദാം ഹുസൈനെയായിരുന്നു. ഇതോടെ അരാഫത്ത് ഇറാൻ ബന്ധം ഉലഞ്ഞു. എല്ലാ സൈനിക ശക്തിയോടെയും ഇറാഖ് ആഞ്ഞടിച്ചതോടെ ഇറാൻ പ്രതിരോധത്തിലായി. ആയുധക്ഷാമമാണ് ഇറാനെ തളർത്തിയത്. ഒടുവിൽ ഇറാൻ നിർണായക തീരുമാനത്തിലേക്ക് നീങ്ങി. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രയേലിൽ നിന്ന് $2 മില്യൺ ആയുധങ്ങൾ രഹസ്യമായി വാങ്ങി. സദ്ദാം ഹുസൈന്റെ ഇറാഖിനെ ഭീഷണിയായി കണ്ടിരുന്ന ഇസ്രയേൽ ആ അവസരം ഉപയോഗപ്പെടുത്തി. ഇറാഖിന്റെ ആണവായുധ പദ്ധതിയുടെ കേന്ദ്രമായി കണക്കാക്കിയിരുന്ന ഒസിറാഖ് ആണവ റിയാക്ടർ ഇസ്രയേൽ ബോംബിട്ട് തകർത്തു. 1988 യുദ്ധം അവസാനിക്കുന്നതുവരെയും ഇറാനെ ഇസ്രയേൽ രഹസ്യമായി പിന്തുണച്ചു. പക്ഷേ അപ്പോഴും ഇസ്രയേലിനെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ല. 1991 ഗൾഫ് യുദ്ധശേഷം ഇറാൻ ഇസ്രയേൽ ബന്ധം തുറന്ന ശത്രുതയിലേക്ക് വീണ്ടും വഴിമാറി. ഇറാഖിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുന്നതിലും ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിലും ഇസ്രയേൽ പൂർണ്ണ പിന്തുണ നൽകി. പല പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനോട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെയെല്ലാം ഇസ്രയേൽ എതിർപ്പുമായി രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി അടുക്കുന്നതിനെ ഇറാനും എതിർത്തു. ഇസ്രയേലിനോടുള്ള സഹകരണം പലസ്തീനോട് കാണിക്കുന്ന വഞ്ചനയാണെന്ന് ഇറാൻ നിലപാട് സ്വീകരിച്ചു. അങ്ങനെയിരിക്കെ ഇസ്രയേലും അരാഫത്തിന്റെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും തമ്മിൽ സമാധാന കരാറായ ഓസ്ലോ ഉടമ്പടി ഒപ്പുവെച്ചു. ഇസ്രയേലിനെ ഒരു രാജ്യമായി അരാഫത്ത് അംഗീകരിച്ചു. ഇത് ഇറാനിലെ ഷിയ ഭരണകൂടത്തെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചു. അരാഫത്തുമായുള്ള ഇറാന്റെ ബന്ധം കൂടുതൽ വഷളായി. ഇതോടെ പലസ്തീൻ വിഷയത്തിൽ അരാഫത്തിന്റെ PLOയെ ഒഴിവാക്കി പുതിയ വഴികൾ തേടാൻ ഇറാൻ തീരുമാനിച്ചു. പലസ്തീനിലും ലബനനിലും പുതിയ ഇസ്ലാമിക ശക്തികളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇറാൻ നീക്കം തുടങ്ങി. ഇറാനിയൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലബനനിൽ 1982 രൂപം കൊണ്ട ഹിസ്ബുള്ളയ്ക്കും പലസ്തീനിൽ 1987 രൂപം കൊണ്ട ഹമാസിനും കൂടുതൽ സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകാൻ ഇറാൻ തീരുമാനിച്ചു. പശ്ചിമേഷ്യയിൽ
തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സായുധ സംഘങ്ങളെ സജീവമാക്കി നിർത്താനായിരുന്നു ഇറാന്റെ ഈ നീക്കം. ഇതാണ് പിന്നീട് ഇറാന്റെ നെക്സസ് എന്നറിയപ്പെട്ടത്. 1990കളുടെ മധ്യത്തിൽ ആണവ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ ഇറാൻ തീരുമാനിക്കുന്നു. 1977 ഷായുടെ ഭരണകാലത്ത് നൂതന മിസൈൽ നിർമ്മാണ പദ്ധതികൾക്ക് ഇറാൻ തുടക്കമിട്ടിരുന്നു. പക്ഷേ ഇസ്ലാമിക വിപ്ലവം വന്നതോടെ ഇതെല്ലാം തടസ്സപ്പെട്ടു. നിർത്തിവെച്ച പദ്ധതികൾ അടക്കം റഷ്യയുടെ സഹായത്തോടെ പ്രാവർത്തികമാക്കാൻ ഇറാനിലെ ഖൊമൈനി ഭരണകൂടം നീക്കം തുടങ്ങി. ഇതോടെ ഇസ്രയേൽ ആശങ്കയിലായി. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി ഇസ്രയേലും അമേരിക്കയും രംഗത്തെത്തി. 2000ന്റെ തുടക്കത്തിൽ ആണവ ബോംബുകൾ വഹിക്കാൻ കഴിയുന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണത്തിലേക്ക് ഇറാൻ കടന്നതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വീണ്ടും പോർവിളികൾ തുടങ്ങി. ശത്രുത കൂടിക്കൂടി വന്നു. ഒടുവിലായി പലസ്തീൻ പ്രശ്നം അതിരൂക്ഷമായത് ശത്രുതയുടെ മറ്റൊരു കാരണമായി. ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയത് ഇറാന്റെ പിന്തുണയോടെയാണെന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത്. ഇറാനും ഇസ്രയേലും വീണ്ടും നേർക്കുനേരെത്തുമ്പോൾ അരക്ഷിതാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്നത് പശ്ചിമേഷ്യ മാത്രമാണ്, അവിടുത്തെ ജനങ്ങളാണ്. പതിറ്റാണ്ടുകളുടെ കുടിപ്പകയുമായി പശ്ചിമേഷ്യയിലെ സൈനിക ശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ അത് ലോകക്രമത്തെ തന്നെ ബാധിക്കാനാണ് സാധ്യത. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമന്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്കാരം.